സ്ക്രീൻ എന്തിനാ ഈ ഗ്രീൻ സ്ക്രീന് വേണോ? ഒരു മിനിറ്റ്. യാ അല്ലാ, ഇതെന്താ? അങ്ങനെ ഷെമീർ പുണ്ടച്ചി മോനെ മിഥുൻ കുണ്ണൻ പൂറി മോനെ, ഞങ്ങക്ക് താല്പര്യമില്ലടാ ഈ അണ്ണാ കൊട്ടനെ റിയാക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒരു മിനിറ്റ്. കോപ്പി റൈറ്റ് മോണിറ്റൈസേഷൻ ഒന്നുമില്ല. സ്ട്രീം ചെയ്തുകൊണ്ട് നമ്മൾ ഞങ്ങൾ പേര് മാറ്റിയതിനു ശേഷം എല്ലാരും കൊണ്ട് സ്ട്രീം ചെയ്യിപ്പിക്കാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം സ്ട്രീം ചെയ്യണമെന്നുള്ള പോസ്റ്റ് ലെറ്റ്സ് ഗോ. എടാ ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗൈസ് പറ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ മിഥുനണ്ണനെ ഞാൻ എന്താക്കേണ്ടത്? ഞാൻ റിയാക്ട് ചെയ്യണോ? റിയാക്ട് ചെയ്യണോ? എനിക്ക് അള്ളാണെ താല്പര്യമില്ല. ഇവനെന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാണ് ഈ അണ്ണാക്കൊട്ടനെല്ലാം കേറി വന്നിന് ഇവൻ എന്തിനാണ്? നോക്കട്ടെ. കാട്ടവരാതി നിന്റെ ഉപ്പ ഷെമീർ പുണ്ടച്ചി മോൻ. എന്താ എന്റെ ഇനീഷ്യലാണോ തായോളി? പരാതി എന്നെ വീണ്ടും മറ്റൊരു വീഡിയോയും കൂടി എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കാൻ പോവാണ്. സൂപ്പർ സ്റ്റാറാ നീയാ? ഇവനെ ആരാന്ന് അറിയില്ലാന്ന് തോന്നട്ടാ. സൂപ്പർ സ്റ്റാറാ? എടാ നിന്റെ മുഖം പോയിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കടാ. നിന്റെ എലീന്റെ കുണ്ണ പോലെ നിന്റെ മുഖം. ഗോകുൽ ബ്രോ, താങ്ക് യു ഫോർ ദ 29 rupees. താങ്ക് യു ബ്രോ, താങ്ക് യു. ബോഡി ഷെയ്മിങ്ങോ? ബോഡി ഷെയിം അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കൊരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുഖമുള്ളത്. ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നല്ല ഇതിനെണ്ണ. നീ ഒന്ന് കണ്ണാടി പോയിട്ട് നോക്ക്. കൊരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുകളിൽ നീ മനസ്സിലാക്കി. ഞാൻ എന്നെ കുറ്റം പറയുന്നയോ നിന്റെ ബോഡി ഷെയിം ചെയ്യുന്നയോ അല്ല. നിന്റെ മുഖം അങ്ങനെ ആയിപ്പോയി. അതിന് നീ നിന്റെ തന്തനോട് ചോദിക്ക്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ കൊരങ്ങനെ മറ്റേ പണിയിട്ടാന്ന് തോന്നി നിന്നെ ഉണ്ടാക്കിന് മോനെ. സോറി, അതിന് എന്നോട് നീ പറഞ്ഞിട്ട് കാര്യമില്ല ബോഡി ഷെയിം എന്ന്. ഈ കൊരങ്ങന്റെ ചുണ്ണി പോലത്തെ നിന്റെ മുഖം കണ്ടാക്ക് അങ്ങനെ പറയാൻ തോന്നോ? അതിന് നീ എന്നെ കുറ്റം പറഞ്ഞെന്താ കാര്യം? പറഞ്ഞാ കൂടിപ്പോവും മറ്റവൻ. അങ്ങനെയാണ് നിന്റെതെന്ന് പറഞ്ഞാല് വവ്വാന്റെ കുടം പോലെ ഉണ്ട് നിന്റെ മുഖം പറഞ്ഞാല്. ഓക്കെ, നീ എന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. പകരത്തിന് വരും ചോരയ്ക്ക് വരാം കേട്ടോ. കേട്ടറാ പുണ്ടച്ചി മോനെ. നീ ഇനീഷ്യലാണോടാ തായോളി എന്റെ? എന്നാ മിഥുൻ തായോളി നീ പറ. മിഥുൻ തായോളി ബാക്കി പറഞ്ഞാട്ടെ. നോക്കാലോ മിഥുൻ തായോളിക്ക് എന്തെല്ലോ എൻ്റെ അടുത്ത് പറയാനുണ്ട്. നമുക്ക് നോക്കാലോ മിഥുൻ തായോളി പറഞ്ഞാട്ടെ. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജീന്റെ മൂന്നാമത്തെ മോനാണ് ഇവൻ. ഈ മിഥുൻ കുണ്ണൻ ഗാന്ധിജീന്റെ മൂന്നാമത്തെ മോനാണ്. ഇവനെ ആരും ഹെയ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇവന് ഇഷ്ടാന്നേ. നീ പിന്നെ നന്മയുടെ നിറകൂടമാണല്ലോടാ പട്ടിയവരാതി. എന്താ പറഞ്ഞാല് ഞാൻ അങ്ങനെ ഒരാളെയും ചൊറിയാറില്ല. നിന്നെപ്പോലെ നീ ചൊറിയാറില്ല. കാരണം എന്താ? താങ്ക് യു. ആരാ? സൈഫർ. താങ്ക് യു ബ്രോ. താങ്ക് യു. ഇത് നമ്മളെ സൈഫറാണോ? സൈഫറേ താങ്ക് യു ബ്രോ. താങ്ക് യു. ഇങ്ങോട്ട് വന്നാൽ നിന്റെ ചെള്ള അടിച്ച് ഞാൻ വരണത് മോനെ. നീ ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ IRL ഇട്ടിട്ട് പോവാം. ഈ മിഥുൻ അണ്ണന്റെ ലൊക്കേഷൻ ആരും ഒന്ന് പറഞ്ഞിട്ട്. ഇവന്റെ വീട്ടിന്റെ അടുത്താൻ പറ്റുള്ള. ഇവന്റെ വീട്ടിന്റെ അടുത്ത് എന്തായാലും ആരും താമസിക്കാൻ പോകുന്നില്ല. കാരണം അവർ എന്തായാലും ആ വീട് വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ എന്തായാലും സ്ഥലത്തിന് വില ഇടിയും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും അബദ്ധവശാൽ ഇവന്റെ വീട്ടിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ IRL ഇട്ടിട്ട് ഈ പുണ്ടച്ചി കൊരങ്ങന്റെ കുണ്ണ പോലുള്ള ഈ മുഖമുള്ള ഈ മിഥുൻ കുണ്ണന്റെ വീട്ടിൽ ഞാൻ പോവാം. ഓക്കെ, മനസ്സിലായോ? മോഹൻലാല് മമ്മൂട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീയാണല്ലോ ആ യൂണിവേഴ്സിലായിരിക്കും. ആദ്യം കോൾ എടുക്കടാ പന്ന പുറി മോനെ. എന്നിട്ട് നീ എൻ്റെ അടുത്ത് കൊണക്ക് കേട്ടാ. നീ ജീവിക്കുന്നല്ലേ? ആ പാടാ അടിക്കടാ പൊലയാടി മോനെ. ഞാൻ അവരെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. നാളത്തെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. എനിക്ക് നല്ല ബോധമുണ്ട്. നായിന്റെ മോനെ ഇവന് കുറച്ച് ബുദ്ധിയില്ലടാ. ഇവരെന്താ ഈ പറയുന്നത്? മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെ കൂടെ ഉള്ളതാന്ന് പോലും ഈ കൊരങ്ങന്റെ കുണ്ണ പോലെ മുഖമുള്ള ഈ പൂരൻ ഇവൻ പറയുന്നത്. ഞാൻ അവരുടെ കൂടെ ഉള്ളതെന്ന് നാളെ ഇവൻ സൂപ്പർ സ്റ്റാർ ആവൂലും. ഇവന് പറയാൻ കുറച്ചൊരു നാണം തോന്നില്ല. ഇത് പറയാൻ വേണ്ടിട്ട് ഇവൻ സൂപ്പർ സ്റ്റാർ ആന്ന്. നിന്നൊക്കെ ആറാട്ടണ്ണന്റെ AJPന്റെയും ഇതിൽ പോലും ഇടാൻ പറ്റൂല. നിന്നെ പലരെയും സൈക്കോന്റെ യൂണിവേഴ്സിൽ ഇടേണ്ടി വരും. അമ്മാതിരി
ഒരു പുണ്ടച്ചി മോനെ സത്യം പറഞ്ഞാൽ എന്റെ വിളി നോക്കി എനിക്ക് ചൊറിഞ്ഞ് വരുന്ന ഇവിടെ ചൊള്ളൊക്കെ അടിക്കണം. നീ പാടാ, നീ ചൊറിയാൻ പാടാ മൈര, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, നിന്റെ വീട്ടിലേക്ക് അയ്യാറിലിട്ടിട്ട് വരാം. നീ വിജയണ്ണനെ നീ പറഞ്ഞ വിജയ് അണ്ണന്റെ കുണ്ണ നീ ഇതുവരായിട്ട് ഊമ്പി കഴിഞ്ഞിട്ടില്ലേ? അയാള് വിട്, അയാൾക്ക് എന്നെ മടുത്തിട്ടുണ്ടാവും. നീ ഊമ്പി അയാൾക്ക് എന്നെ അത് മടുത്തിട്ടുണ്ടാവും. എന്റെ പൊന്നും ഇതിൽ കുണ്ണ, അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. ഞാൻ ഉള്ള കാര്യം പറയല. ഒന്നാമത് നിന്റെ ബായി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പല്ല് തട്ടുന്ന ബായിയാണ്. നീ എത്ര കാലം ഇട്ട് കഴിഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അയാളെ തയനിട്ടുണ്ടാവൂടാ, തൊലിയെല്ലാം തയന് പോയിട്ടുണ്ടാവും. നീ എത്ര കാലായി അയാളെ കുണ്ണെടുത്ത് ഇങ്ങനെ ബായിലിട്ട് ചപ്പിക്കൊണ്ട് നടക്കുന്നത്? നിങ്ങക്ക് നാണവും മാനും ഇല്ലേ? മതിയാക്കി കൊടടാ കുണ്ണെ. കളി മാറുന്ന പറഞ്ഞ ഒരു 1.5 കളി മാറും. നീ നിന്റെ നെഞ്ചത്ത് ഞാൻ ഡഫമുട്ട് മുട്ടടാ. അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്നെയും വിജയണ്ണനെയും കുറിച്ച് ഇനി അപവാദം പറഞ്ഞ നിന്റെ എടാ മൈര, നിന്നെ ഞാൻ പറയും, നീ വിജയ അണ്ണന്റെ പേര് നീ ഇല്ല എടുത്തിടല്ല. അതായത് ഇവൻ എന്തിനാ വിജയ അണ്ണന്റെ പേര് ഇതിൽ എടുത്തിടുന്നൊക്കെ മനസ്സിലാകുന്നില്ല. ഇവന്റെ മനസ്സിൽ ഇവൻ ചിന്തിക്കുന്ന എന്താ പറയുക, ഇവനും വിജയ അണ്ണനും ഒരേപോലെയുള്ള ആളാന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇവനും വിജയ അണ്ണനും ഒരേ തരത്തിലുള്ള ആളാന്നാണ് ഈ പൊട്ട ചിന്തിക്കുന്നത്. ഇവനെന്താ ബുദ്ധിയില്ലേ? നീ നിന്റെ മുഖം നോക്കടാ, നീ ആരാന്നൊന്ന് ആലോചിച്ച് നോക്കടാ. കുണ്ണെ കൊരങ്ങന്റെ കുണ്ണയും വെച്ച് നടക്കും. മൂക്കിനിട്ടടിക്കും കള്ളമായി. ഫാമിലി പോയിക്കോ. ഞാൻ ഇന്ന് അപരാധം സ്ട്രീമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫാമിലി എല്ലാം വരുന്നുണ്ടൊക്കെ പോയിക്കോ മക്കളെ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയതല്ല, നിങ്ങൾ വിട്ടോ. ഓക്കെ, ഞാൻ എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ലൈവായത്. അതുകൊണ്ട് എനിക്ക് ഇത് ആരെയും ബോധിപ്പിക്കണം എന്നില്ല. ഇത് എല്ലാം ആവണോ ഡബ്ല്യൂ ആവണോ എനിക്ക് അങ്ങനെ ഒരു മൈരുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. കാണേണ്ടവന്മാർ കണ്ട് നിന്നാൽ മതി, എല്ലാത്തവന്മാർ പോയിക്കോ. ഓക്കെ, ഫാമിലിനെ ഇത് ചന്ദ്രമയോ എന്നല്ല ഇവിടെ നടക്കുന്നു ഫാമിലി വരാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാലോ, നിങ്ങൾ വല്ല ചന്ദ്രമയ പരസ്പരോ ഇപ്പം ഏതാ പുതിയതെന്നൊക്കെ അറിയില്ല, അതെങ്ങാനും പോയിട്ട് കണ്ടോ. ഓക്കെ, കഴിഞ്ഞ ഈ പന്ന പൊലയാടി മോൻ്റെത്. ഇതാരാന്ന്? ഇയാളെ ഇത് ജാസിയല്ലേ? ജാസി